കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രിയാകാനുള്ള ഗ്രൂപ്പ് പോര് കടുക്കുന്നു. കെ.സി. വേണുഗോപാൽ വിഭാഗം ആരുടെ ഒപ്പം നിൽക്കുമെന്ന ആകാംക്ഷയിലാണ് രമേശ് ചെന്നിത്തലയുടെ വിഭാഗവും വി.ഡി. സതീശൻ വിഭാഗവും. എക്സിറ്റ് പോളുകൾ കൂടെ വിജയം പ്രവചിച്ചതോടെയാണ് ഗ്രൂപ്പ് പോര് ശക്തമായത്. ഡി ബിനോയിയുണ്ട് വിവരങ്ങളുമായി. ബിനോയ്, എന്നാലും കോൺഗ്രസിൽ മുഖ്യമന്ത്രിക്കുള്ള ചർച്ചകളൊക്കെ രൂക്ഷമായി തുടങ്ങുന്നു. എക്സിറ്റ് പോൾ അടക്കം UDF ഭരണത്തിലെത്തുമെന്ന പ്രവചനം വരികയാണ്. ഇനി കെ.സി. വേണുഗോപാൽ വിഭാഗം ആർക്കൊപ്പം ആയിരിക്കും ഉണ്ടാവുക? നിലവിൽ എക്സിറ്റ് പോളുകളുടെ ഫലം കൂടി പുറത്തു വന്നതോടുകൂടിയാണ് UDF-നകത്ത് വലിയ തരത്തിൽ അധികാര തർക്കം തുടങ്ങിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള തർക്കം നേരത്തെ തന്നെ തുടങ്ങിയതായിരുന്നു. കാരണം പോളിംഗ് ശതമാനം വർദ്ധിപ്പിച്ചപ്പോൾ മുതൽ തന്നെ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ ചേരി തിരിഞ്ഞുകൊണ്ട് വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന കാഴ്ച കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ ഫലപ്രഖ്യാപനത്തിന് ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഗ്രൂപ്പുകൾ കൂടുതൽ അതിശക്തമായിട്ട് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള വാദം ഉന്നയിച്ച് രംഗത്ത് എത്തിയിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ ഈ മൂന്ന് പേരുടെയും പേരുകൾ മുഖ്യമന്ത്രി പദത്തിൽ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അവരവരുടെ പിൻഗാമികൾ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം ഘടകകക്ഷികളുടെ പിന്തുണ ആർക്ക് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ നേതാക്കന്മാർക്കിടയിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നത്. മുസ്ലിം ലീഗ് ഒപ്പം തന്നെ ജോസഫ് വിഭാഗം, RSP തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന നിലപാടുകൾ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നിർണായകമാകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഘടകകക്ഷികളുടെ പിന്തുണ നേടിയെടുക്കുക എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിനിടയിൽ കെ.സി. വേണുഗോപാലിന്റെ ഒരു ഡോക്യുമെന്ററി നിർമ്മാണം പുരോഗമിച്ചു വരികയായിരുന്നു. തൽക്കാലം അത് നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം അതൊരു ചേരിപ്പോരിന്റെ ഭാഗമാക്കി മാറ്റേണ്ട എന്ന നിലപാട് AICC തീരുമാനിക്കുകയും അതിനെ തുടർന്ന് AICC നിർദ്ദേശപ്രകാരമാണ് തൽക്കാലം ഇത്തരത്തിൽ ഉള്ള ഒരു ഡോക്യുമെന്റ് നിർമ്മാണത്തിൽ നിന്നും കെ.സി. വേണുഗോപാൽ തൽക്കാലം പിന്മാറിയിരിക്കുന്നത്. അതേസമയം അധികാരത്തിന് വേണ്ടിയുള്ള തർക്കം ശക്തമായി തുടരുന്നു. കെ.സി. വേണുഗോപാൽ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹം മത്സരരംഗത്തില്ലായിരുന്നു. പാർലമെന്റ് അംഗം കൂടിയാണ്. എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ പേര് പിന്തുണയ്ക്കുന്ന ചില MP-മാരുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ അധികാര തർക്കം വലിയ തരത്തിൽ ഉയർന്നു കേൾക്കുന്നത്. ഈ അധികാര തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലീഗ് ജനഹിതം കൂടി മാനിക്കണം എന്ന തരത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ആ ജനഹിതം മാനിക്കുക എന്നതിന്റെ അർത്ഥം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ മാത്രമല്ല, ഈ ജനഹിതം എന്നതുകൊണ്ട് മറ്റൊരു കാര്യം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ലീഗിന്റെ പിന്തുണ അത്തരത്തിൽ വി.ഡി. സതീശനെ എന്ന തരത്തിൽ ഒരു പറയാതെ പറഞ്ഞു വെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം 20-ലധികം പേർ ലീഗിൽ നിന്ന് വിജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ ലീഗിനുണ്ട്. ഒപ്പം RSPയും അതോടൊപ്പം തന്നെ ജോസഫ് വിഭാഗവും സംയുക്തമായ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും ആർക്കും പിന്തിരിയാൻ കഴിയാത്ത ഒരു നിലപാടാണ്. അതുകൊണ്ട് തന്നെ ജോസഫ് വിഭാഗത്തിന്റെയും ഒപ്പം തന്നെ ലീഗിന്റെയും RSPയുടെ നിലപാടുകൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാക്കാനാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പക്ഷവും അതോടൊപ്പം തന്നെ കെ.സി. പക്ഷവും വി.ഡി. സതീശനും ഒക്കെ ശ്രമിക്കുന്നത്. അതേസമയം വി.ഡി. സതീശന് പരോക്ഷമായ പിന്തുണ ഏകദേശം ലീഗ് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ലീഗിന്റെ പിന്തുണ ഉറപ്പായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദം ഉറപ്പ് എന്നുള്ളതാണ് കോൺഗ്രസിനകത്തുള്ള ചില നേതാക്കന്മാർ പറയുന്നത്. എന്തായാലും മുതിർന്ന നേതാക്കന്മാർക്ക് ഇക്കാര്യത്തിൽ ഈ തർക്കത്തിൽ അതൃപ്തിയുണ്ട്. പക്ഷേ കോൺഗ്രസിനകത്ത് തർക്കം സാധാരണഗതിയിൽ നടക്കുന്നതാണ്. അത് പ്രത്യേകിച്ച് അതിൽ ഒന്നും തന്നെ പറയാനില്ല എന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ തന്നെ PJ കുര്യൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറയുന്നത് അർഹ കടന്നു വരണം, തർക്കങ്ങൾ ഉണ്ടാകും നല്ലതാണ്. പക്ഷേ ഹൈക്കമാൻഡ് ആയിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഹൈക്കമാൻഡിൽ പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടി രമേശ് ചെന്നിത്തലയും ഒപ്പം കെ.സി. വേണുഗോപാലും ദില്ലി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ നടത്തുന്നതായും ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് ദിനപത്രത്തിൽ തന്നെ രമേശ് ചെന്നിത്തലയെ കുറിച്ചുള്ള ഒരു പേജ് വരുന്ന ഒരു കുറിപ്പ് പുറത്തിറക്കുകയും ആ കുറിപ്പ് പിന്നീട് ഡൽഹിയിൽ എത്തുകയും അത് ചർച്ചയാവുകയൊക്കെ ചെയ്തു. എന്നാൽ AICC ആ കുറിപ്പ് തയ്യാറാക്കി പത്രത്തിൽ കൊടുക്കുകയും പത്രത്തിൽ ഈ പരസ്യം വന്നതിന്റെ പേരിൽ കോൺഗ്രസ് നേതാവായ പ്രിജിനെതിരെ നടപടിക്കൊക്കെ നീങ്ങുകയും ചെയ്തിരുന്നു. അത് കാരണം കാണിക്കൽ നോട്ടീസ് ഉൾപ്പെടെയുള്ളവ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള ഗ്രൂപ്പ് തർക്കം തുടങ്ങുന്നു മുഖ്യമന്ത്രി പദത്തിനായി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. എന്തായാലും ഫലം വരുന്നത് വരെ കാത്തിരിക്കണം എന്നാണ് മുതിർന്ന നേതാക്കളും AICCയും ഒക്കെ പറയുന്നത്. പക്ഷേ ഇത് അംഗീകരിക്കുവാൻ രമേശ് ചെന്നിത്തല പക്ഷമോ അല്ലെങ്കിൽ കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരോ തയ്യാറാകുന്നില്ല. ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അവരുടെ പോര് തുടരുകയാണ്. വി.ഡി. സതീശനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ കഴിഞ്ഞ ആഴ്ചയിൽ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് AICCയോ അല്ലെങ്കിൽ ഹൈക്കമാൻഡോ എത്തിച്ചേർന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ വെറുതെ നേതാക്കന്മാർ ഇവിടെ ബഹളം വെക്കുന്നു എന്നാണ് ചില നേതാക്കന്മാർ പറയുന്നത്.
പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഏതെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ UDF-ന് ഭൂരിപക്ഷം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പദം തന്നെയായിരിക്കും എല്ലാവരും നിരീക്ഷിക്കുക. കാരണം അതിന്റെ പേരിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾക്കുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ശരി, വ്യക്തമാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.